ടെമ്പ ബൗമ ഈസ് ബാക്ക്. വെറുതെ പറയുന്നില്ല കേട്ടോ. സൗത്ത് ആഫ്രിക്ക ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള ടീമിനെ പ്രഖ്യാപിച്ചു. അത്യാവശ്യം നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ളൊരു ടീമാണ് ഇപ്രാവശ്യം ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയിട്ട് സൗത്ത് ആഫ്രിക്ക എത്തുന്നത്. അപ്പോൾ ടെസ്റ്റിൽ ഇതുവരെ പരാജയം അറിഞ്ഞിട്ടില്ലാത്ത സൗത്ത് ആഫ്രിക്കയെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ എത്തിച്ച ബൗമാണ് ഇവരുടെ ചാമ്പ്യൻസ് ട്രോഫിയിലെ ക്യാപ്റ്റൻ. അതുപോലെ തന്നെ ആൻഡ്രിക് നോക്കിയ, ലുങ്കി എങ്കിഡി എന്നീ ഫാസ്റ്റ് ബോളേഴ്സ് പരിക്കൊക്കെ മാറിയിട്ട് തിരിച്ച് ഇവരുടെ സ്ക്വാഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം 2023 വേൾഡ് കപ്പ് ടീം സൗത്ത് ആഫ്രിക്കയുടെ, അതല്ലാതെ കുറച്ച് പുതുമുഖങ്ങളൂടെ ഈ ടീമിലേക്ക് വന്നിട്ടുണ്ട്. ഇവരുടെ ബാറ്റിംഗ് ഒരു രക്ഷയില്ല. അത്യാവശ്യം നല്ല ഡെപ്ത് ഉള്ള ബാറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് വളരെ സ്ട്രോങ് ആണ്. സ്പിൻ ബോളിംഗ് അത്യാവശ്യം ഡീസന്റ് ആണ്. ഓപ്പൺ ചെയ്യുന്നത് മിക്കവാറും ബൗമയായിരിക്കും. ബൗമയുടെ കൂടെ റിയാൻ റിക്കിൾട്ടൺ ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ഇല്ല, റിയാൻ റിക്കിൾട്ടൺ ഓപ്പൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ടോണി ഡി സോർസി ആയിരിക്കും ബൗമയുടെ കൂടെ ഓപ്പൺ ചെയ്യുന്നത്. നമ്പർ 3 2 ചാൻസസ് ഉണ്ട്. വാണ്ടർ ഡസൺ കളിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മാർക്രോം കളിക്കാൻ ചാൻസ് ഉണ്ട്. മാർക്രോത്തിന്റെ റീസെന്റ് ഫോം നോക്കുകയാണെങ്കിൽ അക്രോസ് ദ ഫോർമാറ്റ് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഒരുപക്ഷെ വാണ്ടർ ഡസൺ കളിക്കാൻ ചാൻസ് ഉണ്ട്. ഇല്ല, പാകിസ്ഥാനാണ്, ഏഷ്യൻ കണ്ടീഷൻസ് ആണ്, UAE-ലും പാകിസ്ഥാനുമായിട്ടാണ് കളി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സ്പിന്ന് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നത് കൊണ്ട് തന്നെ മാർക്കം കളിക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ ക്രിസ്ത്യൻ സ്റ്റബ്സ്, നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ, നല്ല ടെമ്പറമെന്റ് ഉള്ള ഒരു പ്ലെയർ, ഒരു മാച്ച് വിന്നർ. ഹെൻറി ക്ലാസൻ, ദ സ്പിൻ ബാഷർ, ഡിസ്ട്രക്റ്റീവ് ബാറ്റ്സ്മാൻ. ക്ലാസന്റെ ക്ലാസ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമില്ല. പിന്നെ കില്ലർ മില്ലർ, വിശ്വസ്തനായ ഫിനിഷർ, അതുപോലെ തന്നെ സ്പിന്നിനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ബാറ്റ്സ്മാൻ ആണ്. അതിനുശേഷം മാർക്കോ യാൻസൺ, വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ഓൾറൗണ്ടർ. അത് കഴിഞ്ഞാൽ കേശവ് മഹാരാജ്, റബാഡ. ഇവർക്ക് രണ്ടുപേർക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ ബാറ്റിംഗ് ഡെപ്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ടീമായിട്ടാണ് സൗത്ത് ആഫ്രിക്ക ഈ പ്രാവശ്യം ചാമ്പ്യൻസ് ട്രോഫിക്ക് വരുന്നത്. പിന്നെ പാകിസ്ഥാനിലും UAE-ലും ഇവർ സ്പിന്നിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും ഇവരുടെ ബാറ്റിംഗ് പെർഫോമൻസ്. അതും ഒരു ഫാക്ടറാണ്. പേസ് ബോളിംഗിൽ ഇവർ കിടിലനാണ്. ആൻഡ്രിക് നോക്കിയെ, റബാഡ, അതുപോലെ തന്നെ മാർക്കോ യാൻസൺ. ഈ 3 പേസ് ബോളേഴ്സ് ഏതൊരു ബാറ്റിംഗ് ലൈനപ്പിന്റെയും അടിവരയിളക്കാൻ പറ്റുന്ന ഒരു ബോളിംഗ് ട്രയോ ആണ്. അതുപോലെ തന്നെ ഷംസി, കേശവ് മഹാരാജ്, ഈ ഒരു സ്പിൻ ഡുവോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്പിന്നേഴ്സ് ആണ്. അതുപോലെ തന്നെ മാർക്രം കളിക്കുന്നുണ്ടെങ്കിൽ മാർക്കത്തിനും ബോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് ഒരു അഡ്വാൻറ്റേജ് ആണ്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബോളിംഗ് ലൈനപ്പ് ഇവർക്കുണ്ട്. ഇവരെല്ലാം പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ബോളിംഗും ഡെഡ്ലി തന്നെയാണ്. പുറത്ത് ബാക്കപ്പ് ആയിട്ട് ലുങ്കി എങ്കിഡി ഉണ്ടാവും. അതുപോലെ തന്നെ വിയാൻ മുൾഡർ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. ഇപ്പോൾ SA T20-ലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഓൾറൗണ്ടർ ആണ്. അപ്പോൾ ഇവരൊക്കെ ബാക്കപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നോക്കുമ്പോൾ ഏതൊരു ടീമിനെ വളർത്തിയടിക്കാൻ പറ്റിയ കിടിലൻ ടീമാണ് സൗത്ത് ആഫ്രിക്ക ഇപ്രാവശ്യം ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വരുന്നത്. പിന്നെ ഇവരുടെ സ്ഥിരം പരിപാടിയായിട്ടുള്ള ഒരു പഠിക്കൽ കൊണ്ട് കല ഉടയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, പ്രഷർ ഹാൻഡിൽ ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കപ്പടിക്കാൻ വരെ പറ്റുന്ന ഒരു ടീമാണ് സൗത്ത് ആഫ്രിക്ക ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. ഇവർക്ക് വേറൊരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഗ്രൂപ്പ് ശരിക്കും പറഞ്ഞ ഒരു മരണ ഗ്രൂപ്പ് പോലെയാണ്. ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടുമാണ് ഇവരുടെ കൂടെ ഉള്ളത്, മറ്റ് 2 ടീമുകൾ. പിന്നുള്ളത് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനും അത്യാവശ്യം ചലഞ്ച് തരാൻ പറ്റുന്ന ODI ടീം തന്നെയാണ്. അത് നമ്മൾ 2023 ODI വേൾഡ് കപ്പിൽ കണ്ടതാണ്. പിന്നെ ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ. ഈ ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, അഫ്ഗാനിസ്ഥാൻ, ഇവരെ 3 പേരെയും മറികടന്നിട്ട് വേണം ഇവർക്ക് സെമി ഫൈനലിലേക്ക് അല്ലെങ്കിൽ ക്വാളിഫയറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അത് സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് തന്നെയാണ്. ഇംഗ്ലണ്ടിനെ അല്ലെങ്കിൽ ഓസ്ട്രേലിയ പുറത്തിരുത്തിയിട്ട് ഇവർ അടുത്ത റൗണ്ടിലേക്ക് പോകുക എന്നുള്ളത്. അങ്ങനെ ഇവർക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടെമ്പ ബൗമയ്ക്കും ടീമിനും അത്യാവശ്യം നന്നായിട്ട് പണിയെടുക്കേണ്ടി വരും, നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. ഇപ്രാവശ്യമെങ്കിലും ഒരു കപ്പെടുക്കാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് പറ്റുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു ടീമിന്റെ ചാമ്പ്യൻസ് ട്രോഫി ടീം പ്രിവ്യൂവുമായിട്ട് വീണ്ടും കാണാം. ബൈ.